നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 83-ാമത്തെ ശ്ലോകം. ജനന മൃതിയുദാനാം സേവയാ ദേവതാനാം നാഭവതി സുഖലേശ സംശയോ നാസ്തി തത്ര അജനിമമൃതരൂപം സാംബമീശം ഭജന്തേ യാ ഇഹ പരമസൗഖ്യം തേഹി ധന്യാ ലഭന്തേ. ജനന മൃതിയുദാനാം, ജനിക്കുക മരിക്കുക എന്നീ സ്വഭാവമുള്ള ദേവതാനാം, ഇതര ദേവന്മാരുടെ സേവയ ഭജനം കൊണ്ട് സുഖലേശ, സുഖത്തിൻ്റെ ഒരു അംശം പോലും ന ഭവതി ഉണ്ടാവുന്നില്ല. തത്ര സംശയ ന അസ്തി, അക്കാര്യത്തിൽ സംശയമേ ഇല്ല, സന്ദേഹം വേണ്ട. അജനിം, ജനിക്കാത്തവനും, അമൃതരൂപം, മരണരഹിത ധർമ്മമായ സ്വരൂപത്തോടു കൂടിയവനും, സാംബം ഈശം, സാംബം എന്നാൽ ഉമയോടുകൂടിയ ശിവൻ, സാംബം ഈശം അംബികാസഹിതനുമായ പരമശിവനെ, ഇഹ ഈ മനുഷ്യജന്മത്തിൽ യേ ഭജന്തേ ആരാണ് ഭജിക്കുന്നത്, ധന്യഹ തേ ഹി അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ അത് വേണ്ട പോലെ ചെയ്യണമെന്നാണല്ലോ. ഭജിക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവനെ ഭജിക്കണം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ജനിക്കുക മരിക്കുക, ഈ പ്രവാഹത്തിൽ നിന്നും കരപറ്റാത്ത കാലം വരെ സുഖത്തിൻ്റെ ആഭാസമല്ലാതെ യഥാർത്ഥ സുഖം കൈവരിക്കാൻ കഴിയില്ല. ആ പദവി സമ്പാദിക്കാനായി സ്വയം ജനന മരണ സ്വഭാവമുള്ള അന്യദേവന്മാരെ ഭജിക്കുന്നത് വിഡ്ഢിത്തമാണ്. അവർക്കൊരിക്കലും ഒരു ലേശം പോലും സുഖം തരാൻ കഴിവില്ല. പരമമായ സുഖം തരാൻ മറ്റൊരു ദേവന്മാർക്കും കഴിവില്ല എന്നതിൽ സംശയത്തിന് ഇടമില്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതുകൊണ്ട് വിവരമുള്ളവർ ഒരിക്കലും ജനിക്കാത്തവനും അത് കാരണത്താൽ ജനനമുള്ളത് കൊണ്ടാണല്ലോ മരണമുള്ളത്. അതുകൊണ്ട് ജനിക്കുക എന്ന കാരണത്താൽ മരണ സ്വഭാവമില്ലാത്ത അമൃതസ്വരൂപനും പാർവതീ വല്ലഭനുമായ പരമശിവനെ മാത്രം ഭജിച്ച് പരമസൗഖ്യത്തെ കൈവരിക്കുന്നു. അവരാണ് കൃതകൃത്യർ, അവരാണ് ചെയ്യേണ്ടത് ചെയ്തവർ, അവരാണ് ഭാഗ്യവാന്മാർ എന്നാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.